ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്ത കൊറോണ ലോക്ക്ഡൗൺ കഴിഞ്ഞ സമയത്ത് വന്നിട്ടും ഫോറസ്റ്റ് പാസ് കിട്ടാതെ തിരികെ പോകേണ്ടി വന്ന ഊട്ടിയിൽ നിന്നും 28 കിലോമീറ്റർ ദൂരെയുള്ള ആവലാഞ്ച് ലേക്കിലേക്കാണ് ഇന്നെൻ്റെ പ്രയാണം. നമസ്കാരം, എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പ്രയാണത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മനോഹരമായ മലകളുടെ ഇടയിലൂടെ ഒരു യാത്ര. ചുറ്റുപാടും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ക്യാബേജും കോളിഫ്ലവറും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ. വലുതോ ചെറുതോ മരങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത സ്ഥലം. മിതമായ കാലാവസ്ഥ, ഒരു 23 ഡിഗ്രി അല്ലെങ്കിൽ 24 ഡിഗ്രി കാണും. വന്യമൃഗങ്ങളുള്ള കാടാണ്. ആവലാഞ്ചിലെത്തുന്നത് വരെ വാഹനം നിർത്തുകയോ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയോ ചെയ്യരുത് എന്നാണ് വനംവകുപ്പ് ചെക്ക് പോസ്റ്റിൽ നിന്നും പ്രത്യേകമായി നിഷ്കർഷിച്ചിരിക്കുന്നത്. ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസ് അവൈലബിൾ സഞ്ചാരികൾക്കായിരിക്കും. ഇവിടെ എത്തുമ്പോഴേ ഇതിനെപ്പറ്റി നമ്മൾക്ക് അറിയാൻ സാധിക്കൂ. ഇവിടെ വണ്ടി നിർത്തി ഈ ചെക്ക് പോസ്റ്റിലെ ചെറിയ കൗണ്ടറിൽ ടിക്കറ്റ് കാണിച്ച് മുമ്പോട്ട്. കേരള അതിർത്തിയിലെ നിലമ്പൂർ വനങ്ങളിലേക്ക് ഇവിടുന്ന് സഫാരി പോകുന്ന കോൺട്രാക്റ്റ് വാഹനങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഒരാൾക്ക് 250 രൂപ കൊടുത്താൽ 2 മണിക്കൂർ നേരം യാത്ര ചെയ്യാം. മിനിമം 8 പേര് വേണം കേട്ടോ. ഈ കാണുന്ന യൂക്കാലി മരങ്ങളുടെ ഇടയിലൂടെ ഒരു ചെറിയ നദിയുടെ കരയിലേക്ക്. ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞത് ഈ നദിക്കരയിലൂടെ നടന്നാൽ ആവലാഞ്ചിലെത്താമെന്നാണ്. മഴക്കാലത്ത് അപകടകരമായ വിധത്തിൽ മലവെള്ളം നല്ല ശക്തിയിൽ ഒഴുകുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. മണ്ണ് കുത്തിയൊലിച്ച് പോയിരിക്കുന്നതുണ്ടോ? ഒരു നിരപ്പില്ലാത്ത നദിക്കര. ഇവിടെയുള്ള മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന അനേകം ചെറു വെള്ളച്ചാട്ടങ്ങളാണ് ഈ തടാകത്തിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ചില വീഡിയോകൾ കണ്ടിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡിലോ ഓസ്ട്രേലിയയിലോ ഉള്ള കാഴ്ചകൾ. അതുപോലെ തോന്നുന്നു ഈ കാഴ്ചകൾ കാണുമ്പോഴും. പക്ഷേ അതെല്ലാം ശരിക്കുള്ള താഴ്വരകളാണ്. ഇത് ഒരു തടാകത്തിലെ വെള്ളം വറ്റിയതുകൊണ്ട് രൂപപ്പെട്ട ഒരു അരുവി. കാട്ടരുവിയുടെ തീരത്തുകൂടി നടന്ന് തടാകത്തിനകത്ത് വെള്ളമിറങ്ങിയ ഭാഗത്തെത്തി. ഇനി വേണം സൂക്ഷിക്കാൻ. വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്ന ഭാഗം. മലകളാൽ ചുറ്റപ്പെട്ട ആവലാഞ്ച് തടാകം. ഊട്ടിയുടെ തിരക്കിൽ നിന്നും 22 കിലോമീറ്റർ മാറി ശാന്തമായ അന്തരീക്ഷം. ആവലാഞ്ച് എന്ന് പറഞ്ഞാൽ ഹിമപാതം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വലിയ മഞ്ഞുമലകൾ വീഴുമ്പോഴാണ് യഥാർത്ഥ ആവലാഞ്ച്. ദൂരക്കാഴ്ചയിൽ കാണാൻ ഭംഗിയുള്ളതും ഏറ്റവും അപകടകരവുമായ പ്രക്രിയ. ഇവിടെ ഒരു ഉരുൾപൊട്ടലിൽ ഉണ്ടായ മലയിടിച്ചിലിൽ കുറേ മലനിരകൾ നിരന്നു പോയതിനെ തെറ്റായ പേരിൽ ആവലാഞ്ച് എന്ന് വിളിക്കുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഈ തടാകത്തിൽ നിന്നും സന്ദർശകർക്ക് സ്വന്തമായിട്ട് മീൻ പിടിക്കാനുള്ള ഉപകരണങ്ങൾ ഇവിടുത്തെ ട്രൗട്ട് ഹാച്ചറിയിൽ നിന്നും നേരിട്ട് വാങ്ങി ഉപയോഗിക്കാം. അതുപോലെ രാത്രികാലങ്ങളിൽ ടെൻറ്റിൽ തങ്ങാനുള്ള സൗകര്യവും ഉണ്ട്. മുകളിൽ കാണുന്ന ചെടികളും മരങ്ങളും ഇല്ലാതെയുള്ള ഭാഗം വരെ ജലനിരപ്പ് ഈ തടാകത്തിൽ ഉയരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ തടാകത്തിലെ വെള്ളത്തിനടിയിലാണ് നിൽക്കുന്നത്. കരടിയോ കടുവയോ വെള്ളം കുടിക്കാൻ വന്നാൽ നന്നായിരിക്കും. ഉപദ്രവിക്കാൻ വന്നാൽ പോലും ആരും അറിയില്ല. കടിച്ചെടുത്ത് കാട്ടിക്കൊണ്ടുപോകും. മറ്റാരുമില്ലാത്ത ഈ ചുറ്റുപാടിൽ എന്ത് സംഭവിച്ചാലും
വനംവകുപ്പ് ഗാർഡുകൾ പോലും അറിയില്ല. ഒരു കുട്ടവഞ്ചി, പരിസൽ എന്നിവിടെ പറയും. അപ്പോൾ ജലനിരപ്പ് ഉയർന്നാൽ ഇവിടെ കുട്ടവഞ്ചി സവാരിയും ബോട്ട് സവാരിയും എല്ലാം ഉണ്ടായിരിക്കും. വെള്ളമില്ലാത്ത സമയത്ത് വന്നതുകൊണ്ട് ഇതെല്ലാം നഷ്ടമായി എന്ന് പറയാം. മഴക്കാറാണോ മൂടൽമഞ്ഞാണോ എന്നറിയില്ല, ഒരു വശം മൂടിക്കെട്ടി വരുന്നുണ്ട്. ഞാനിപ്പോൾ വെള്ളമുള്ള ഭാഗത്തിൻ്റെ ഏറ്റവും അടുത്താണ്. മറ്റ് സഞ്ചാരികൾ ആരുമില്ല. മുമ്പോട്ട് പോയാലോ? ഒരു ധൈര്യക്കുറവുണ്ട്. എന്തായാലും തിരിച്ചു പോകാം. ഇത്രയും കാണാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമല്ലേ. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ടങ്ങ് വരാനേ സാധിക്കത്തില്ല. കാട്ടരുവിയുടെ തീരത്തുകൂടി ഏകദേശം 3 കിലോമീറ്റർ നടന്നു. ഇടയ്ക്ക് യുവദമ്പതിമാരെ കണ്ടിരുന്നു. എങ്ങോട്ട് പോയി എന്നറിയില്ല. പകുതി വഴിയിൽ മടങ്ങിപ്പോയോ? ഹൃദ്യമായ അന്തരീക്ഷത്തിൽ നിന്നും ഒരു മടക്കയാത്ര. ഇത്രയും നേരം ക്ഷമയോടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കൂട്ടുകാർക്കും ആവലാഞ്ച് തടാകത്തിലേക്കുള്ള പ്രയാണം ഇഷ്ടമായോ? എങ്കിൽ മറക്കല്ലേ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം. എന്തായാലും നമുക്ക് തിരികെ പോകാം. ആവലാഞ്ച് തടാകത്തിൻ്റെ ഒരു ദൂരക്കാഴ്ച. ഇവിടെയാണ് ജലനിരപ്പ് ഉണ്ടായിരുന്നപ്പോൾ സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നത്. കൂടെ മറ്റൊരു താഴ്വരയും കാണാം. ചില കാഴ്ചകൾ അങ്ങനെയാണ്, അവർണ്ണനീയം. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.